സ്വർഗീയ സംഗീതത്തിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈസ്റ്ററിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തുറന്നുകൊണ്ടിരിക്കുക. ഉദ്ധിതനായ കർത്താവിനെ കുറിച്ചും കർത്താവ് ഉദ്ധിതനായ പോലെ നമ്മളും എപ്രകാരം ഉദ്ധാനത്തിലേക്ക് നടന്നെടുക്കണം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. നമ്മൾ ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിലൊക്കെ എങ്ങനെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കണം, എങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്ന പ്രത്യാശയുടെ വചനങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ഈ എപ്പിസോഡിൽ ഈ പ്രാവശ്യം നമുക്ക് കല്ലറയെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് മുമ്പ് വരെ കല്ലറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എല്ലാം തീർന്നതിൻ്റെ പ്രതീകമായിരുന്നു. എന്ന് പറഞ്ഞാൽ സകല പ്രത്യാശയും കഴിഞ്ഞു, സകലതും കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഈ പറഞ്ഞ രീതിയിൽ ലോകം ഈ കല്ലറയെ അല്ലെങ്കിൽ സംസ്കരിക്കപ്പെടുന്നിടത്തെ ശൂന്യതയോടെ കണ്ടിരുന്ന ഒരു സമയം. ഇനി ഒന്നുമില്ല, എല്ലാം തീർന്നു, എല്ലാ സന്തോഷവും തീർന്നു, എല്ലാ പ്രത്യാശയും തീർന്നു, കഴിഞ്ഞു. അതാണ് ലോകം മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ കല്ലറയെക്കുറിച്ച് പറയുക. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത് യേശു ക്രിസ്തുവിൽ ഈ കല്ലറയ്ക്ക് പുതിയൊരു മാനം വരിക. കല്ലറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ സ്ഥലമല്ല, മറിച്ച് വലിയ സന്തോഷം ആരംഭിക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞ സ്വർഗം ആരംഭിക്കുന്ന സമയമായിട്ട്, സ്ഥലമായിട്ട് കല്ലറ മാറുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്നത്തെ മരണമെന്ന് പറയുന്നത് സ്വർഗത്തിലെ ജനനമാണ്. നമ്മൾ ഒരു വലിയ പൂന്തോട്ടത്തിലേക്ക്, വലിയ ഉദ്യാനത്തിലേക്ക്, വളരെ സന്തോഷമുള്ള ആനന്ദമുള്ള മനോഹരമായ ഒരു സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി അതിൻ്റെ ഗേറ്റിങ്ങിൽ നിൽക്കുക. നമ്മൾ ഈ ഗേറ്റിങ്ങിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് വലിയ പ്രത്യാശയാണല്ലോ, സന്തോഷമാണല്ലോ. ഒരുപക്ഷെ വലിയ ക്യൂ ഉണ്ടെങ്കിൽ നമ്മളവിടെ വളരെ പ്രത്യാശയോടെ എങ്ങനെ എത്രയും പെട്ടെന്ന് അകത്ത് കയറാം എന്നുള്ളൊരു ത്വരയോടുകൂടി അവിടെ നിൽക്കും. അങ്ങനെയെങ്കിൽ ഇതാ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ സ്വർഗീയ രഹസ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ഗേറ്റാണ് കല്ലറ അല്ലെങ്കിൽ മരണം. മരിച്ചാലേ വലിയ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ പറുദീസായിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാ ഈശോ നമ്മോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും, അവർ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ മരണത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഈശോ പറയുവാണ്, ഈശോ ആണ് വാതിൽ. ഈശോ ആകുന്ന വാതിലിലൂടെ, ഈശോയിലൂടെ, ഈശോ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ഈ സ്വർഗത്തിൽ എത്തിച്ചേരും. വീണ്ടും ദൈവത്തിന്റെ വചനം 11-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യം വചനം പറയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈശോ പറയാ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നോ, എൻ്റെ വാക്കിന് വില കൊടുക്കുന്നോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കും, നിങ്ങൾ മരിച്ചാലും സ്വർഗത്തിൽ ജീവിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം, മുന്നോട്ട് പോകാം. ഈ നിത്യജീവന്റെ അല്ലെങ്കിൽ മരിച്ചാലും ജീവിക്കുന്നു പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം വേറൊന്നുമല്ല, നമ്മുടെ മുന്നേ പോയ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഉദ്ധിതനായ കർത്താവ് നമ്മെയും ഉയർപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ കർത്താവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ആ കല്ലറയെക്കുറിച്ചാണ് ഇന്ന് സ്വർഗീയ സംഗീതത്തിൽ നാം ധ്യാനിക്കുക. ഗാനത്തോട് ചേർന്ന് പാടി നമ്മൾ ഓർക്കുക. ഗാനത്തിൻ്റെ വരിക പറയാണ്, പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. കല്ലറ പോലും മിന്നുക സന്തോഷം കൊണ്ട്, കാരണം അത് ആനന്ദത്തിൻ്റെ ഇടമായിട്ട് മാറുക. മഹിമയോടെ നാഥൻ ഉയർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗാനത്തിൻ്റെ വരികോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. കല്ലറമിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. ആവർത്തിച്ച് പാടിക്കേ. പൊന്നുളിയിൽ കല്ലറമിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു.
മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 17 മുതൽ വാക്യങ്ങൾ. ഇതാ ഈശോ തന്റെ പീഡാസഹനത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുക. പ്രിയപ്പെട്ടവർ ഓർക്കണേ, നമ്മുടെ കർത്താവിനെ യഹൂദന്മാര് പ്ലാൻ ചെയ്ത് അവർ ഈശോയെ കുടുക്കി പിടിച്ചെടുത്തതാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് സർവശക്തനായ കർത്താവ് തന്നെ പീഡാസഹനത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഈശോ 3 പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്ത് ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 17 മുതൽ വാക്യങ്ങളിൽ നാം കാണുകയാണ് ഈശോ തന്റെ പീഡാസഹനത്തെ കുറിച്ച് 3-ാം പ്രാവശ്യം പറയുക. 3-ാമത്തെ പ്രാവശ്യം ആവർത്തിച്ചു പറയുക. മുൻകൂട്ടി കർത്താവിന്റെ പദ്ധതിയിലുള്ളതാണ്. അതാണ് വചനം വളരെ വ്യക്തമാക്കി നമ്മോട് പറയുക. എന്താ വചനം പറയുന്നു? യേശു തന്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. നോക്കിക്കേ, ഈശോ തന്റെ പീഡാസഹനത്തെ കുറിച്ച് പറയാണ്. മനുഷ്യപുത്രൻ യഹൂദന്മാരുടെ കയ്യിൽ അവനെ നിന്ദിക്കാനായിട്ട്, അവനെ പീഡിപ്പിക്കാനായിട്ട്, അവന്റെ മേൽ കുരിശ് വെച്ചു കൊടുക്കാൻ വേണ്ടി ശത്രുക്കളുടെ കരങ്ങളിലേക്ക് കൊടുക്കപ്പെട്ടതാണ്. ഇനി എന്തിനാ ഇങ്ങനെ പീഡാസഹനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നത്? അവർ ഇപ്രകാരമൊക്കെ പീഡിപ്പിച്ച് നിന്ദിച്ച് കുരിശ് തറച്ച് കൊന്നു കഴിയുമ്പോൾ, അടക്കി കഴിയുമ്പോൾ അതിനെല്ലാം പരാജയപ്പെടുത്തി ഈശോ ഉയർത്തെഴുന്നേക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് ഉയർപ്പിനെ കുറിച്ചും ധ്യാനിക്കാൻ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്വർഗീയ സന്ദേശമാണ്. കർത്താവ് ഈ മഹിമ സ്വീകരിച്ചത് സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ട്, വേദനയിലൂടെയും മരണത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടാ. അങ്ങനെയെങ്കിൽ ആ വേദനയുടെ, ആ മുൾമുടിയുടെ, ആ പ്രഹരങ്ങളുടെ ഒരു പങ്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിൽ വെച്ച് അനുഭവിക്കാൻ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? അതെന്നോ നമ്മെ നശിപ്പിക്കാനല്ല. നമ്മുടെ ഈ ഇന്നത്തെ കണ്ണുനീരിനെ കുറിച്ചാണ് പറയുക. നമ്മുടെ ജീവിതത്തിലെയും കുടുംബത്തിലെയും നമ്മുടെ ജോലിയിടങ്ങളിലേക്ക് കണ്ണുനീരിനെ കുറിച്ചാണ് പറയുക. ഇതൊന്നും നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് ഇതൊക്കെ കർത്താവിനോട് ചേർത്ത് കുരിശിന്റെ സഹനത്തോടും കുരിശിലെ മുറികളോടും ചേർത്ത് വെക്കുമ്പോൾ 100 ഇരട്ടിയല്ല 1000 ഇരട്ടി അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടിയ ദൈവം നമുക്ക് നൽകിയത്. നമ്മുടെ മുന്നിൽ ആ സാധ്യത നമുക്ക് വേണമെങ്കിൽ ഈ സഹനത്തെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കാം. അങ്ങനെയെങ്കിൽ 1000 മടങ്ങ് അനുഗ്രഹം രക്ഷയായിട്ട് മാറും. ഇനി അതല്ല, വേണമെങ്കിൽ നമുക്കിത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കാണ്ട് പെറുപുറത്തുകൊണ്ടും നിരാശയോടെയും ദുഃഖത്തോടെയും വെറുപ്പോടെയും വിദ്വേഷത്തോടെയൊക്കെ സ്വീകരിക്കാം. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ. എന്താ പാടി പ്രാർത്ഥിക്കുന്നത്? തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കിതരണിയുന്നു. ഒക്കെ മുൾമുടി, സഹനം, വേദന, അത് സുരഭിലമായ ഒരു ഉയർപ്പിലേക്ക് വഴിതെളിയിച്ചു. നമ്മുടെ ജീവിതത്തിലെയും ഗാനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ നാം ധ്യാനിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെയും സഹനങ്ങൾ നാളെ മഹത്വത്തിന്റെ കിരീടമായിട്ട് മാറും. ഈ പ്രത്യാശയോടെ, ഈ ഒരു നിയോഗത്തോടെ, ഈ ഒരു പ്രതിജ്ഞയോടെ എൻ്റെ ജീവിതത്തിലെ സഹനം ഞാൻ സ്വർഗീയ കിരീടമാക്കി മാറ്റും. ഈ ഒരു പ്രതിജ്ഞയോടെ ഗാനത്തോട് ചേർന്ന് നമ്മുടെ കർത്താവായ ഈശോയെ നമുക്ക് സ്തുതിച്ച് തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. പാടിക്കേ. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. എല്ലാവരും ചേർന്ന് പാടി. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. നമ്മെ ഓർമ്മപ്പെടുത്ത കർത്താവിന്റെ സഹനം, കർത്താവിന്റെ വേദന, അത് കർത്താവിന് മഹത്വത്തിന് കാരണമായെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സഹനവും വേദനയും നമുക്കും മഹത്വത്തിന് പ്രത്യാശയും കാരണമായി തീരും. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. തിരുശിരസിൽ
തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. ആവർത്തിച്ചു പാടി പ്രത്യാശയോടെ. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. സന്തോഷത്തോടെ പാടിക്കേ. മഹിമയുടെ നാഥനുയർക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ്. മുറിവുകളാൽ മൂടിയ വേദിയിതാ നിറവോടും നമ്മെ ഓരോരുത്തരെയും ഉത്ഥാനത്തിലേക്ക് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന കർത്താവ്. കല്ലറ മിന്നുന്നു. എല്ലാവരും ചെന്ന് മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ വേദിയിതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. ഇതാ ദൈവത്തിന്റെ വചനം. കൊറിന്തോസ്യർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം ലേഖനം അതിന്റെ 5-ാം വാക്യം. വചനം പറയാണ്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. നോക്കിക്കേ, വചനം വ്യക്തമായിട്ട് പറയുവാണ്, ഇന്ന് നമ്മുടെ ഈ ഭവനം, ഇന്ന് നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മൾ സൗഭാഗ്യകരമെന്നൊക്കെ കരുതുന്ന നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അതൊക്കെ നശിച്ചു പോകും. പക്ഷെ ഇതൊക്കെ നശിച്ചു പോയാലും നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം നമ്മുടെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും വചനം പറയാണ്, വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. പരിശുദ്ധാമ എന്ന് പറഞ്ഞ അപ്പസ്തോലൻ പറയുവാണ്, ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുവാണ്, വാസ്തവത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ സന്തോഷമൊക്കെയാണ്, കർത്താവ് പരിപാലിക്കുന്നുണ്ട്, കർത്താവ് താങ്ങി നിർത്തുന്നുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്, ഭവനമൊക്കെ ഉണ്ട്, കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്, സന്തോഷമാണ് ഇവിടെ. പക്ഷെ എന്നാലും ഇതിലും വലിയൊരു സന്തോഷം സ്വർഗത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. പറഞ്ഞ എന്താ അർത്ഥം? സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അങ്ങനെയെങ്കിൽ മരണത്തിനായിട്ട് മരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മരിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുക, വെമ്പൽ കൊള്ളുക. ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേ നമ്മള് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയമാണ്, ആകുലതയാണെങ്കിൽ ഓർക്കണേ, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. ഈ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഈ ശരീരത്തിലൊക്കെ നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ അതിൻ്റെ 100 അല്ല 1000 ഇരട്ടി സന്തോഷമുള്ളൊരിടം കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറയുക, സ്വർഗത്തിൽ പോകാൻ, ഈ നിത്യജീവൻ പ്രാപിക്കാൻ കർത്താവ് ഒരിക്കൽ സ്വർഗീയ ഭവനം സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുക. ഈ അപ്പസ്തോലനോട് ചേർന്ന്, ഈ ദൈവവചനത്തോട് ചേർന്ന് നമുക്ക് ആഗ്രഹിക്കാം, വെമ്പൽ കൊള്ളാം. നമുക്ക് സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയിൽ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരണം. ഈ ആഗ്രഹത്തോടെ ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പാടിക്കേ എല്ലാവരും ചേർന്ന്. മരണത്തിന്റെ താഴ്വരയിൽ ജീവൻ നൽകാൻ കഴിയുന്ന കർത്താവ്. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. സ്വയം മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും
നിശ്ചയാനന്ദത്തിൽ മുഴുകുന്നു. എല്ലാവരും ഒന്ന് നമ്മുടെ കർത്താവായ ഈശോയെ ധ്യാനിച്ച് ഉദ്ധിതനായ ദൈവത്തെക്കുറിച്ച് നോർത്തെ, എന്നിട്ട് വിശ്വാസത്തോടെ ഹൃദയത്തിലൊന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവ് ഉദ്ധിതനെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് മുന്നേ പോയി എനിക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം ഒരുക്കിയിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്ക് പാലിക്കുന്ന കർത്താവ് എന്നെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഹൃദയത്തോട് പറയും, വിശ്വാസത്തോട് പറയും. നീ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക ഈ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ വേണം പോകാൻ. കാരണം ഈശോ പറഞ്ഞ ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കണം. ഈശോ പറയാണ്, എൻ്റെ അടുത്ത് വരുന്നവൻ, എൻ്റെ വചനം പാലിക്കുന്നവന് അവൻ എന്നേക്കും ജീവിക്കും. അവൻ മരിക്കില്ല, മരിച്ചാലും ജീവിക്കും. അങ്ങനെയെങ്കിൽ ഈശോയിൽ ഞാൻ വസിക്കും. ഈശോയിലൂടെ, ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ ഈശോ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ ഞാൻ എത്തിച്ചു വരും. ഇത് മനസ്സിലൊന്ന് പറഞ്ഞ് ഈ വിശ്വാസത്തോടെ എനിക്ക് എൻ്റെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ എത്തിച്ചേരും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട്, പ്രത്യാശയെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എത്തിച്ചേരാൻ കർത്താവ് എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ വരി കൂടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഗാനത്തിൻ്റെ വരി നമ്മൾ പാടിയ വരികൾ തന്നെ പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. കല്ലറ എന്ന് പറഞ്ഞ അവസാനമല്ല. നമ്മുടെ ഹൃദയത്തോട് പറയുവാണ്, കല്ലറ എന്ന് പറഞ്ഞ അവസാനമല്ല, മരണം എന്ന് പറഞ്ഞ അവസാനമല്ല, മറിച്ചത് ആരംഭമാണ്, സ്വർഗത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ഞാനിനി മരണത്തെ പേടിച്ചല്ല ജീവിക്കുക, മറിച്ച് സ്വർഗത്തിൽ ആശ്രയം വെച്ചാൽ ജീവിക്കുക. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, അപ്പോസ്തലൻ പറയുവാണ്, ഞങ്ങള് ഇവിടെ ആയിരിക്കുമ്പോ തന്നെ ഇവിടെ കർത്താവ് ഇടപെടുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, അപ്പോസ്തലന്മാര് പോയ വഴികളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ഇതാ കർത്താവ് കൂടെ നിൽക്കുക. അവരുടെ കരങ്ങളുടെ വലിയ അത്ഭുതം, മരിച്ചവർ പോലും ഉയർക്കുക. ഇത്രയും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വലിയ ജനക്കൂട്ടങ്ങളടുത്ത് ദൈവത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പ്രസംഗിച്ച് മുന്നോട്ട് വന്ന അപ്പോസ്തലന്മാരെ പറയാ, ഈ ലോകത്ത് വിജയിച്ചവരാ പറയുന്നേ, തോറ്റവരല്ല, ആത്മഹത്യ ചെയ്യാൻ പോണവരല്ല. ഈ ലോകത്തെ വിജയിച്ചവർ പറയുവാണ്, ഞങ്ങൾക്ക് പക്ഷേ ഈ ലോകത്തെക്കാൾ ഉപരി സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹം, വെമ്പൽ കൊണ്ടാ ജീവിക്കുക. കാരണം ഈ ലോകത്തിലെ വിജയമൊന്നുമല്ല, ഈ ലോകത്തിലെ സന്തോഷമൊന്നുമല്ല. ഈ ഒരു പ്രത്യാശയോടെ, ഈ ഒരു വിശ്വാസത്തോടെ ചേർന്ന് പാടിക്കേ, പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും കൃപയിൽ മുഴുകുന്നു. ആവർത്തിച്ചു പാടിക്കേ, പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും കൃപയിൽ മുഴുകുന്നു. ശ്രദ്ധിക്കണേ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുന്ന കാര്യം ഇതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മുമ്പ് ഉയർപ്പിന്റെ പ്രാരംഭമായിട്ട് ഒരുക്കമായിട്ട് സഹനം ഉണ്ടായിരുന്നു. അതാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന മുറിവുകളാൽ മൂടിയ മേനീത നിറവോലും പ്രഭയിൽ മുഴുകുന്നു. മുറിവുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഈ മുറിവും വേദനയാണ് പ്രഭയ്ക്ക് മഹത്വത്തിന് കാരണമായിട്ട് മാറിയത്. അങ്ങനെയെങ്കിൽ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ മുറിവുകളുണ്ടെങ്കിൽ അത് മഹത്വമായിട്ട് മാറാനുള്ളത്. ഇന്നെൻ്റെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ, ഇന്നെൻ്റെ മനസ്സിൽ മുറിവുണ്ടെങ്കിൽ, ഇതെൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിൻ്റെ ജീവിതത്തെ മഹത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാ. കർത്താവ് ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല ഈ വേദനയും മുറിവും, മറിച്ച് കർത്താവ് എന്നെ ഒരുക്കുന്നതിൻ്റെ അടയാളമാണ്. കർത്താവ് എനിക്ക് വേണ്ടി ഒരു സ്വർഗം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് എൻ്റെ ശരീരത്തിലുള്ള, എൻ്റെ മനസ്സിലുള്ള, എൻ്റെ ജീവിതത്തിലുള്ള ഈ മുറിവുകൾ. അതുകൊണ്ട് മുറിവുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട്, ഈശോയുടെ കുരിശുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇത് എനിക്കും എന്നെപ്പോലുള്ള അനേകർക്കും രക്ഷയായിട്ട് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയാക്കി, ആരാധനയാക്കി മാറ്റിക്കൊണ്ട് അവയെ സ്വീകരിച്ച് നമുക്കൊന്നുകൂടെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. എന്റെ ദൈവമേ, മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും കൃപയിൽ മുഴുകുന്നു. ഈശോയേ, പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ
നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോരും പ്രഭയിൽ തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരവിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങും. പാടിക്കേ. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി ഇന്നെന്റെ ശിരസിലെ ഭാരങ്ങൾ, എൻ്റെ മുൾക്കിരീടമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അത് നാളെ എനിക്ക് മഹത്വത്തിന്റെ കിരീടമായിട്ട് മാറും. വിശ്വാസത്തോടെ ഒന്നോടെ ചേർന്ന് പാടിക്കേ. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരവിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങും. ഗാനത്തിന്റെ വരിക പറയാണ്, പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൊങ്കണിയുന്നു. ഇതാ പുതിയ ജീവൻ, യേശുക്രിസ്തുവിലെ നവജീവൻ. നവജീവൻ എന്ന് പറഞ്ഞ പ്രത്യാശ, സന്തോഷ നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും ചെന്ന് പാടിക്കേ. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോരും പ്രഭയിൽ മുഴുകുന്നു. ദൈവമേ, പൊന്നുളിയിൽ കല്ലറമിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോരും പ്രഭയിൽ മുഴുകുന്നു. ഉദ്ധിതനായ കർത്താവ് എന്നെയും സ്വർഗത്തിലേക്ക് നയിക്കും. മരണം എൻ്റെ അവസാനമല്ല, കല്ലറ എൻ്റെ നിരാശയുടെ സ്ഥലമല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള, പ്രത്യാശയിലേക്കുള്ള, സന്തോഷത്തിലേക്കുള്ള വാതിലാണ്. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മളെല്ലാവരും ഉദ്ധിതനായ ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈശോ നമ്മെ ഇതിന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.